റാപ്പിഡോ ടാക്സി കമ്പനിക്കെതിരെ പരാതിയുമായി അപകടത്തിൽ പരിക്കേറ്റ കോഴിക്കോട് സ്വദേശി സാനി കൃഷ്ണ മുഴുവൻ ചികിത്സാ ചെലവും കമ്പനി നൽകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ ₹1 പോലും കമ്പനിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്ന് സാനി പറയുന്നു. അപകടം നടന്ന് 2 മാസം പിന്നിട്ടു. ചികിത്സയ്ക്ക് ഇതുവരെ ചെലവായത് 25 ലക്ഷം രൂപയാണ്. ദുരവസ്ഥ തുറന്നു പറഞ്ഞ് സാനി കൃഷ്ണ. ഈ ടാക്സിക്കാരൻ അവർ എത്തിയ സമയത്ത് ഞാൻ പോയപ്പോൾ അവരെനിക്കൊരു ഹെൽമെറ്റ് തന്നു. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ ആവശ്യമില്ലാന്ന്. ആ ഹെൽമെറ്റ് ഞാൻ അന്ന് വെച്ചിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഉണ്ടാവില്ലായിരുന്നു. കാരണം അതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഭയങ്കര നൈസായിട്ടുള്ള ഒരു ചട്ടിത്തൊപ്പിയായിരുന്നു. ബൈക്ക് സ്കിഡായിട്ട് ബാക്കിലിരിക്കുന്ന ഞാൻ ഈ ട്രാക്ടറിൻ്റെ അടിയിലേക്ക് വീണിട്ട് ട്രാക്ടറിൻ്റെ ബാക്കിലത്തെ റൈറ്റ് ടയർ എൻ്റെ മേത്ത് കൂടി കയറി ഇറങ്ങി. എൻ്റെ ഫാമിലിയുടെ സപ്പോർട്ടിലാണ് ഇത്രയും പൈസ നമ്മൾ സ്പെൻഡ് ചെയ്തത്. ഇതുവരെ റാപ്പിഡോയുടെ ഭാഗത്ത് നിന്ന് എനിക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസും കിട്ടിയിട്ടില്ല. അവർ എന്നെ പേഴ്സണലി കോണ്ടാക്ട് ചെയ്തിട്ടില്ല. മീഡിയക്ക് ന്യൂസ് കൊടുക്കുന്നുണ്ട്. അവരെന്നെ ഹോസ്പിറ്റലിൽ കാണാൻ വന്നിട്ടുണ്ടെന്നും സാനിനെ കണ്ടിന്യൂസ്ലി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നും. പേഴ്സണലി എനിക്ക് ഇതുവരെ ഒരു ഹെൽപ്പും റാപ്പിഡോയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. റാപ്പിഡായിട്ട് നമ്മൾ ഒരുപാട് വട്ടം കോൺടാക്ട് ചെയ്യും, അതുപോലെ തന്നെ മെയിലായിട്ടും അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യുക വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവളൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അച്യുത് എന്ന് പറഞ്ഞിട്ട്. ആ ഫ്രണ്ട് മുഖേന്ദ്രവും ഒക്കെ അവിടുന്ന് നമ്മൾ എല്ലാ രീതിയിലും ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ആ ഭാഗത്തു നിന്ന് യാതൊരുവിധ റെസ്പോണ്ടും ചെയ്യുന്നില്ല. നമ്മൾ അങ്ങോട്ടേക്ക് മാക്സിമം അവരെ അടുത്തേക്ക് പോയിട്ട് നമ്മൾ ആവശ്യങ്ങൾ ചോദിക്കാനായിട്ട് അവരെ ഭാഗത്തുനിന്ന് ഈ ഒരു സംഭവം നടന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല. റാപ്പിഡോ കമ്പനി നമുക്ക് പൈസ തന്നിട്ടുണ്ടെന്നും നമുക്ക് ചിലവായ പൈസ അവർ ഫുള്ള് തന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് പരസ്യങ്ങൾ അവർ പബ്ലിസിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഉള്ളതല്ല. ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും കുടുംബം എന്നുള്ള ലെവലിൽ ഞങ്ങൾക്ക് ഇതുവരെയായിട്ടും ₹1 പോലും അവരെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടില്ല. അതാണ് സത്യം. ആകാശ് തരത്തിൽ കോഴിക്കോട് നിന്ന് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആകാശ്, ഗുഡ് മോർണിംഗ്. അതായത് റാപ്പിഡോ കമ്പനി പറഞ്ഞിരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്ന കാര്യങ്ങൾ പച്ചക്കള്ളമെന്നാണ് സാനി പറയുന്നത്, അല്ലേ? ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. സൂചിപ്പിച്ചതുപോലെ തന്നെ റാപ്പിഡോ കമ്പനി മുഴുവൻ തുകയും നൽകി എന്ന രീതിയിൽ പരസ്യങ്ങൾ ഉൾപ്പെടെ ചെയ്തൊരു സാഹചര്യമുണ്ട്. അതിനാൽ തന്നെയാണ് സാനി ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത്. ജൂൺ 17 ഏകദേശം 2 മാസത്തോളമായി ഈ അപകടം ഉണ്ടായത്. ഈ റാപ്പിഡോ ബൈക്കിൽ ആദ്യമായിട്ടാണ് സാനി കയറി സഞ്ചരിക്കുന്നത്. അപ്പോഴാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതിനുശേഷം മണിപ്പാൽ ആശുപത്രിയിലും കൂടാതെ നാട്ടിലേക്കും എത്തിക്കുകയായിരുന്നു. ദീർഘനാളായി 2 മാസത്തോളമായി ചികിത്സയിൽ തുടരുകയാണ്. ഈ ചികിത്സയുടെ ഭാഗമായി തന്നെ ഏകദേശം 25 ലക്ഷത്തോളം രൂപ നിലവിൽ ചിലവായി കഴിഞ്ഞു. ഇനിയും ചികിത്സ തുടരേണ്ടതുണ്ട്. ഇനിയും പണത്തിൻ്റെ ആവശ്യമുണ്ട്. ഈ കുടുംബത്തിൻ്റെ മാത്രം ആശ്രയിച്ചാണ് ഇപ്പോൾ നിലവിലുള്ള ചികിത്സകൾ പുരോഗമിക്കുന്നത്. എന്നാൽ കമ്പനിയുടെ ഇൻഷുറൻസ് ക്ലെയിം പ്രകാരം 5 ലക്ഷം രൂപയാണ് കമ്പനി നൽകേണ്ടത്. എന്നാൽ പിന്നീട് ഇത് വലിയ രീതിയിൽ വാർത്തയായി ചർച്ചയായപ്പോൾ സാഹചര്യത്തിൽ ചികിത്സയ്ക്കുള്ള മുഴുവൻ തുകയും റാപ്പിഡോ കമ്പനി നൽകാമെന്ന് പറയുകയായിരുന്നു. എന്നാൽ ₹1 പോലും 2 മാസം പിന്നിട്ടിട്ട് പോലും ₹1 പോലും സാനി കൃഷ്ണയ്ക്കും കുടുംബത്തിനും ലഭിച്ചിട്ടില്ല എന്ന ഒരു ഗുരുതരമായ ആരോപണമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്നത്. നിലവിലുള്ള ചികിത്സകൾ മുഴുവനായി തന്നെ കുടുംബമാണ് നടത്തുന്നത്. മറ്റ് സഹായങ്ങൾ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. ആ സാഹചര്യത്തിലും ഈ കമ്പനി മറ്റ് ചില ഓൺലൈൻ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ ഈ മുഴുവൻ തുകയും 25 ലക്ഷം രൂപ മുഴുവൻ തുകയും ഈ സാനിയ കൃഷ്ണയ്ക്ക് നൽകിയെന്ന രീതിയിലുള്ള വാർത്തകൾ ഉൾപ്പെടെ പ്രചരിപ്പിക്കുന്നു. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ നടത്തണമെന്നാണ് സാനി കൃഷ്ണൻ തന്നെ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഇവർ പരാതിയുമായി തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട്. നിലവിൽ ഇവരുടെ പരാതിയിൽ യാതൊരുവിധ പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുകൂടി ഇവർ പറയുന്നു. നിലവിൽ ലഭിക്കാനുള്ള തുക ഈ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ കിട്ടിയിട്ടുമില്ല. ഈ സംഭവം ഉണ്ടാകുന്ന സമയത്ത് ആദ്യമായാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യമായാണ് റാപ്പിഡോയെ ആശ്രയിക്കുന്നത്. അതിനുശേഷം ഇവർ യാത്ര ചെയ്യുമ്പോൾ ഈ റാപ്പിഡോ ഓടിച്ചിരുന്ന ആൾ അമിത വേഗതയിലായിരുന്നു. അപ്പോൾ തന്നെ സാനി കൃഷ്ണ ഈ കാര്യം സൂചിപ്പിച്ചിരുന്നു, വേഗത കുറയ്ക്കാനായി. എന്നാൽ ഇയാൾ വേഗതയിൽ പോവുകയും ഒരു ട്രാക്ടറിന് ഓവർടേക്ക് ചെയ്തതിനിടയിൽ ഈ വാഹനം സ്ലിപ്പായി വീഴുകയും ഇവർ ഈ ട്രാക്ടറിന് അടിയിൽ പെട്ടുപോവുകയുമായിരുന്നു. അതിനുശേഷം ഗുരുതരമായി തന്നെ പരിക്കേറ്റ ഒരു സാഹചര്യമുണ്ടായി. ഭാര്യയിൽ ഉൾപ്പെടെ ഒടിയുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം നാട്ടുകാർ ചേർന്നാണ് ഇവരെ ആദ്യം ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത്. അതിനുശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി മണിപ്പാൽ ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ആഴ്ചകളോളം കിടന്നു. നിരവധി ശസ്ത്രക്രിയയ്ക്ക് വിധേയമായി. അതിനുശേഷമാണ് ഈ കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ഇപ്പോൾ ഇവരുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി ഉണ്ടെങ്കിൽ കൂടി ഇവർക്ക് ഇനിയും ശസ്ത്രക്രിയയും കൂടാതെ ചികിത്സയും തുടരേണ്ട ഒരു സാഹചര്യമാണ്. അതിനാൽ തന്നെ
തന്നെ ഇവർക്ക് ആവശ്യമായ കൃത്യമായ നഷ്ടപരിഹാരം ഈ റാപ്പിഡോ കമ്പനി നൽകണമെന്ന് തന്നെയാണ് ഇവർ ഉന്നയിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ വേണമെന്ന് തന്നെയാണ് ഇപ്പോൾ ഇവരുടെ കുടുംബത്തിന്റെയും ആവശ്യം. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഈ വാഹനം ഓടിച്ചിരുന്നയാളുടെ എന്തെങ്കിലും ബൈറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? സേതുലക്ഷ്മി നിലവിൽ വാഹനം ഓടിച്ചിരുന്നത് ഒരു അന്യസംസ്ഥാനക്കാരനായിരുന്നു, ഒരു ഹിന്ദി സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നാണ് സാനി വ്യക്തമാക്കിയത്. അതിനാൽ തന്നെ അവരെ ബന്ധപ്പെടാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള വിശദീകരണമില്ല. കമ്പനി വ്യാജമായി ഇത്തരം പ്രചരണം നടത്തിയതിൻ്റെ ചില സ്ക്രീൻഷോട്ടുകളും റെക്കോർഡിങ്സും സാനിയുടെ കയ്യിലുണ്ട്. അതെല്ലാം തന്നെ അവർ നമുക്ക് നൽകിയിട്ടുമുണ്ട്. അതിൽ കൃത്യമായി പറയുന്നു അവർക്ക് ആവശ്യമായിട്ടുള്ള നഷ്ടപരിഹാര തുക നൽകി എന്ന് വെച്ചാൽ കമ്പനിയുടെ ക്ലീൻ ഷീറ്റ് കമ്പനിയെ ക്ലീൻ ആക്കി വെക്കുന്നു, ക്ലീൻ ഷീറ്റ് നൽകുന്ന പോലെ അവർ വാർത്തകൾ നൽകിയിരുന്നു. എന്നാൽ വ്യക്തമാണ്. അതായത് ഇപ്പം റാപ്പിഡോ കമ്പനി പറഞ്ഞിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത് പൂർണ്ണമായും തെറ്റാണ്, അത് കള്ളമാണ് എന്ന് പറയുകയാണ് ഈ പരിക്കേറ്റ കോഴിക്കോട് സ്വദേശിയായ സാനി കൃഷ്ണ. ഒപ്പം തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോവുകയാണ് സാനി.